ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ഥജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാകുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരായ ശ്വേതപത്മാസന യാ ബ്രഹ്മർച്യുതശങ്കരപ്രഭൃതിഭിർ ദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവർഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മ സംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമ സമസ്തഭൂതാനാമാദിഭൂതായ ഭൂഭൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമ ശിവായ. 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 നമ ശിവായ രാമമന്ത്രം എത്രയും സുഖപ്രദം സമസ്ത ദുരിതനാശനം നമ ശിവായ പാഹി മാം. നമ ശിവായ. നമ ശിവായ. നമ ശിവായ പാഹി മാം. നമോ നമ ശിവായ മേ. നമ ശിവായ പാഹി മാം. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി മക്കൾ ഒരുപാട് കമൻസുകളൊക്കെ തന്നു. എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. ഭഗവാന്റെ ഭക്തരായ മക്കൾ, ഞാനിവിടെ 1-2 വർഷത്തിന് മുന്നേ ഭഗവാനോട് പറഞ്ഞു, എനിക്ക് ഉള്ള അല്പ സ്വത്ത് എന്താ കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഇത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കൊടുത്തിട്ട് പോകണം ഭഗവാനെ കണ്ണാ എന്ന് പറഞ്ഞു. വേദനയ്ക്കിങ്ങനെ പുറമേയുള്ള വേദനയല്ല, എൻ്റെ ഉള്ളം, അതായത് ആത്മവേദന എന്ന് പറയും ഇതിന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക നമ്മൾ അറിയാതെ സംഭവിക്കുന്ന വേദനയാണ്. നമ്മൾ മനഃപൂർവ്വമായി എനിക്കിത് ആക്രമം കൊടുക്കണം എന്നുള്ള ചിന്തയല്ല, അത് ഉള്ളിൽ നിന്നേ ഇങ്ങനെ വരുന്നൊരു വേദന. അത് മുമ്പ് പ്രാർത്ഥന എനിക്ക് വേണമെന്ന് തോന്നുമ്പോഴേ ഇതുപോലെ എനിക്ക് അതിഭയങ്കരമായ ആത്മവേദന വന്നു കിടന്ന് ഉരുണ്ട് കരയുമായിരുന്നു. അതും എനിക്ക് പുറമേയുള്ള വേദനയല്ല. അതുകൊണ്ട് എനിക്കറിയാം ഇത് എൻ്റെ ഉള്ളിനകത്തുനിന്ന് എന്തോ ഒരു വെപ്രാളം ഉണ്ടായതാണ്. അങ്ങനെ ഞാൻ കരയുകയും പറയുകയും ചെയ്തപ്പോൾ ഭഗവാൻ എനിക്ക് ഭഗവാന്റെ മക്കളെ എനിക്ക് തന്നു, സാധു മക്കൾ.
അത്രമാത്രം ഭക്തിയുള്ള മക്കൾ. അതെനിക്ക് ഒരിക്കലും ഈ ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും പോരാ. നല്ല കമൻസുകൾ എനിക്ക്. അതുപോലെ തന്നെ ഭഗവാൻ കേൾക്കുന്നു എന്നൊരു മകൻ പറയുന്നു. കേൾക്കുന്തോറും ഭക്തി വർദ്ധിക്കുന്നു അമ്മേ, ഇനിയും കേൾക്കണമെന്ന് കുറേ മക്കൾ. എല്ലാം കൊണ്ടും എന്തെല്ലാം കമൻസുകളാണ് വരുന്നത്. ഭഗവാൻ എനിക്ക് തന്ന മക്കളാണ്, ഭഗവാന്റെ മക്കൾ. എല്ലാം ഈശ്വരൻ തന്നെയാണല്ലോ ചെയ്യുന്നതും ചെയ്യിക്കുന്നതും. അല്ലാതെ പറയുന്നതും പറയിപ്പിക്കുന്നതും കേൾക്കുന്നവരും എല്ലാം ഈശ്വരൻ്റെ ആണല്ലോ ശക്തി. അതുകൊണ്ട് എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു, എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞാനിതിവിടെ എടുക്കുമ്പോൾ കറണ്ടില്ല. ഇന്ന് നെറ്റ് വരുന്നെങ്കിൽ ഇത് ഇടാനും പറ്റത്തുള്ളൂ. കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കുവാണ്. വരുന്നെങ്കിൽ ഇടാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ കറണ്ട് വരുമ്പോഴേ നെറ്റ് കിട്ടത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം മക്കളെ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്താ വായിച്ചത്? പിന്നെ ദുർവാസാവ് ദേവേന്ദ്രനെയും ദേവന്മാരെയും എല്ലാവരെയും ജരാനര ബാധിക്കട്ടെ, പൗലോമിക്കും കൂടെ, അതായത് ഇന്ദ്രൻ്റെ ഭാര്യ, എല്ലാവർക്കും അങ്ങനെ വൃദ്ധരായി വിരൂപികളായി അവസാനം ഭഗവാൻ എവിടെ ചെന്നു? പാലാഴിയിൽ വൈകുണ്ഠത്തിലേക്ക് ചെല്ലുന്നതാണ് നമ്മൾ ആദ്യം. ഇവരെല്ലാവരും കൂടെ ബ്രഹ്മാവിനെ കണ്ട് അപേക്ഷിച്ചു. അവിടം പറ്റത്തില്ല, അവിടെ കൈലാസത്ത് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ബ്രഹ്മാവ് ഉൾപ്പെടെ കൈലാസത്തിൽ പരമേശ്വരനൊക്കെ ചെന്ന് അപേക്ഷിച്ചു. അപ്പോൾ അവിടെ ഭഗവാൻ പറഞ്ഞു, ഇതിനെല്ലാം പോകും വഴി ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, വൈകുണ്ഠത്തിൽ പാലാഴിൽ ഭോഗശയനം. ഭഗവാനെ പോയി കണ്ടാൽ ആ പാതാരബിന്ദത്തിൽ നമസ്കരിച്ച് അപേക്ഷിച്ചാൽ നമുക്കിതിന് പരിഹാരം കാണാം. ലോകത്ത് എന്ത് വിഷമങ്ങൾ വന്നാലും അതിനെല്ലാം പരിഹാരം ഭഗവാൻ നാരായണൻ മാത്രമേ പറ്റൂ, മറ്റാർക്കും സാധിക്കുകയില്ല എന്ന് പരമശിവൻ പറഞ്ഞതനുസരിച്ച് പരമശിവനും ഭൂതഗണങ്ങളും ബ്രഹ്മാവും എല്ലാവരും കൂടെ ഭഗവാനെ കാണാൻ പാലാഴിയിലേക്ക് വൈകുണ്ഠത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ വായിച്ചുകൊണ്ട് നിന്നത്. നമുക്കിനി അതിൻ്റെ ബാക്കി വായിക്കാം. പണ്ടും ഈ ജഗത്തിങ്കൽ അന്നന്ന് വലുതായി ഉണ്ടായി വന്നിടും മഹാസങ്കടങ്ങളെ തീർപ്പാൻ കൊണ്ടനേർ വർണ്ണൻ ഒഴിഞ്ഞാരുമില്ല. ഇനി ഇവിടെ ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല. എപ്പോഴും എന്ത് മഹാസങ്കടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഭഗവാൻ നാരായണനെ കൊണ്ടേ പറ്റൂ, അല്ലാതെ ഒഴിഞ്ഞു മറ്റില്ല. ഇനിയും വൈകുണ്ഠനോട് ഉണർത്തിക്ക വേണം ഇതും ഈ കാര്യവും നമുക്ക് വൈകുണ്ഠനോട് ചെന്ന് ഉണർത്തിക്കാം, പറയാം. വേഗേന ഗിരിസുത തന്നോടും കൂടി ചേർന്ന്, ഗിരിസുത എന്ന് പറഞ്ഞാൽ മലമകൾ പുത്രിയാണ് പാർവതി, എല്ലാവരോടും ഒന്നിച്ച് ചേർന്ന് പോകാം, ഭോഗശായിനം കാൺമാൻ എന്നിവിടെ പരമശിവൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. ഭോഗിശായിനം കാൺമാൻ ഞാൻ കൂടെ പോന്നിടുവൻ. അതായത് പരമശിവനും കൂടെ വരുന്നുണ്ട്. വാരണവദനനും ബാഹുലേയനും ഇങ്ങു പോരുവിൻ, ഭൂതങ്ങളുമായി ഒരുമിച്ചു ശീഘ്രം പെട്ടെന്ന് തന്നെ ഗണപതി ഭഗവാൻ വാരണൻ വദനനാരാ? ഗണപതി, ബാഹുലേയൻ മുരുകൻ, ഭൂതങ്ങളുമായി ഒരുമിച്ച് പെട്ടെന്ന് തന്നെ പോരുവിൻ. മാരാരി മഹേശ്വരൻ താനീവം അരുൾ ചെയ്തു. മാരാരി പരമശിവനാണ് ഇത് പറഞ്ഞത്. പാരാതേ വൃഷവരവാഹനൻ ഉമാവരൻ. പാർവതിയുടെ ഭർത്താവ് ആണ് വൃഷവാഹനൻ, കാളയുടെ മുകൾ, അതായത് വൃഷം കാള. ഭഗവാൻ പാരാതെ തന്നെ ഉമാവരൻ, അതായത് പരമശിവൻ വാഹനമായിരിക്കുന്ന കാളയുടെ മുകളിൽ എല്ലാവരും കൂടെ അവർ പാർവതിയും കൂടെ വരണമെന്ന് ഗിരിസുത കൂടെ ചെല്ലാന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ കാളപ്പുറത്ത് ഭഗവാനും ദേവിയും കൂടെ ചേർന്നിട്ട് പിന്നെ നാരദ സനകാദി മാമുനീന്ദ്രന്മാർ, അവരും നാരദ സനകാദി മാമുനീന്ദ്രന്മാർ ചുഴന്നാരണമയ പ്രഭനങ്ങ് എഴുന്നള്ളിടിനാൻ. ബാക്കി നന്ദി, അതായത് ഭൂതഗണങ്ങളും നാരദന്മാരും മറ്റു ദേവന്മാരും ഇന്ദ്രനും എല്ലാവരും കൂടെ പോയി. ഗീർവാണ സമൂഹവും, അതാണ് ഇവിടെ ഗീർവാണ സമൂഹവും ഇന്ദ്രനും വിരിഞ്ചനും ഗീർവാണ സമൂഹവും ഇന്ദ്രനും വിരിഞ്ചനും പൂബാണാരിയും നാനാ താപസവരന്മാരും. അതായത് വിരിഞ്ചനും ഇന്ദ്രനും പൂബാണാരി ആരാ? ഭഗവാൻ പരമശിവനാണ്. ബാണം പിന്നെ കാമദേവൻ്റെ ശത്രു അല്ലയോ, അത്
പൂബാണ അരി, കാമദേവൻ്റെ ശത്രുവാണ് പരമശിവൻ. അതിനാണ് പൂബാണാരിയും. കാരണം ഭഗവാനെ തൃക്കണ്ണുകൊണ്ടാണല്ലോ കാമദേവനെ ഹനിച്ചത്. അതുകൊണ്ടാണ് അരി ശത്രു. അപ്പോൾ കാമദേവൻ്റെ അരി എന്നാണ് അതിനർത്ഥം. അതാണ് പരമശിവൻ. എന്നിട്ട് നാനാ താപസന്മാരും സർവ്വ ഋഷികളും വേഗേന ചെന്ന് വൈകുണ്ഠാലയം പ്രാപിച്ചുകൊണ്ട് ആഗമകാതലായ നാഥപാദാരവിന്ദം ധ്യാനിച്ചു കൂപ്പിത്തൊഴുത് ആനന്ദ പരവശ മാനസശുദ്ധിയാ പുകഴ്ത്തിടിനാരതിഭക്തിയാ. മാനസശുദ്ധിയാ, ഭഗവാന്മാർക്ക് പോലും മാനസശുദ്ധി വേണം. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് ശുദ്ധി വേണം. ഇത് പരമേശ്വരനാണ്, എങ്ങനെയും പറ്റും എന്നല്ല. നമ്മളപ്പോഴത് മനസ്സിലാക്കണം. നമുക്കൊക്കെ മനസ്സിന് ശുദ്ധിയുണ്ടോ? ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള എന്തെങ്കിലും ഒരു അല്പമെങ്കിലും ഒരു അജ്ഞാനം ഉള്ളിൽ കറയുണ്ടോ? നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നുണ്ടോ? ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവണം മക്കളെ. എന്നാലേ നമുക്ക് കറ തീർന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാനാക്കൂ. ഇല്ലെങ്കിൽ എന്ത് വരും? അയ്യോ, വഴിയെ പോകുന്നത് കേൾക്കുന്നോ ഞാൻ ഈ വായിക്കുന്നത്? ഞാനിവിടെ റോഡരുവിനാണ്. ഞാനിത്ര ഒച്ചപ്പാടിലൊക്കെ പ്രാർത്ഥിക്കുന്നത്, വഴിയെ ഒത്തിരി പേരൊക്കെ പോകുന്നു, കേൾക്കുന്നുണ്ടോ എന്തോ? അങ്ങനെയുള്ളൊരു അജ്ഞാനം ഉള്ളിൽ പാടില്ല. ഒന്നും യാതൊരു കറയും. ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് ആരെയും ഭയക്കണ്ട, ആ ഒരു ചിന്ത തന്നെ നമ്മുടെ ഉള്ളിൽ വേണം. അതാണ് ഹൃദയശുദ്ധി. അതുപോലെ സർവത്തിലും എല്ലാം മനസ്സ് ശുദ്ധി വേണം. മനസ്സാ വാച കർമ്മണ സർവ്വതിനും ശുദ്ധി വേണം. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞത് എല്ലാ ശുദ്ധിയും ഉണ്ടെന്ന് നമ്മൾ കരുതും. പക്ഷെ നമ്മളിൽ ചെറുതായിട്ട് നമുക്ക് തോന്നുന്നതാണ് വലിയ കാര്യം. കാരണം ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ചിലർ കേൾക്കുന്നവർക്ക് ചിലർക്ക് നാണക്കേടുണ്ട്. ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ കേട്ടാൽ എന്ത് തോന്നും എന്നൊരു ചിന്താഗതി, അത് തന്നെയാണ് ഏറ്റവും വലിയ അശുദ്ധി. നമ്മുടെ ഹൃദയം വെടുപ്പാകുമ്പോൾ നമ്മൾ ആരെയും ഭയക്കത്തില്ല. ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് വല്ല വട്ടരെങ്ങനെയാണ് അതുപോലെ ചിന്തിച്ചാൽ മതി. നമ്മൾ അന്നേരം അല്പസമയത്തേക്ക് അങ്ങ് വട്ടായിക്കോ, മനുഷ്യരെന്തോ ചിന്തിച്ചോട്ടെ. അവർ വിചാരിക്കും ഈ പെണ്ണുമ്പിള്ളയ്ക്ക് എന്താ നട്ടുച്ചപ്പകലിനുമൊക്കെ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് തോന്നിക്കോട്ടെ, അവർ ധരിച്ചോട്ടെ. നമുക്കെന്താ, നമ്മുടെ ഉള്ളിലെ ഭഗവാനെ മാത്രം നമുക്ക് നോക്കിയാൽ പോരെ. ഈശ്വരനല്ലേ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ പകലെന്നോ രാത്രിയെന്നോ എപ്പോഴോ നമുക്ക് ഭഗവാനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഹൃദയശുദ്ധി വേണം. ഇവിടെ അതാണ് പറയുന്നത്, മാനസശുദ്ധിയാ പുകഴ്ത്തിടിനാരതിഭക്തിയാ. അതിഭക്തി ഉണ്ടോ നമുക്ക്? ഭക്തി പോരാ, അതിഭക്തി വേണം. അങ്ങനെ ഭഗവാനെ ധ്യാനിക്കാനുള്ള ഹൃദയവെടുപ്പ് നമുക്ക് ഉണ്ടാകണം. ചിലർ അമ്പലത്തിൽ പോയാൽ മറ്റുള്ളവർ കേൾക്കാൻ പ്രാർത്ഥിക്കത്തില്ല, മറ്റുള്ളവർ കേൾക്കാൻ നാമം ചൊല്ലത്തില്ല, രഹസ്യമായിട്ട് മുനുമുന. അയൽവക്കത്ത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, ചിലർ വിളക്കറിച്ചാൽ എന്തോ ചെറു മുനുമുനുമുന എന്തോ മന്ത്രം ജപിക്കണക്ക് മന്ത്രം ജപിക്കുന്ന നല്ലത് തന്നെയാണ്. പക്ഷേ അവർ രാമരാമ എന്നാണ് ചൊല്ലുന്നത്, പക്ഷേ കൃഷ്ണരാമാഹാരിയൊക്കെ ചൊല്ലുന്നതായിരിക്കും. പക്ഷെ അവർ പോലും അവരുടെ ചെവി കേൾക്കത്തില്ല. മറ്റുള്ളവരാരും കേൾക്കുന്നെങ്കിലോ, അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മറ്റ് പലരും കാണും, അവർ കേൾക്കുന്നെങ്കിലോ. ഇതൊക്കെയാണ് ചിന്താഗതി. അവരെത്രമാത്രം ഭക്തിയുണ്ടതിന്. ഭഗവാൻ എങ്ങനെ അത് ശ്രദ്ധിക്കും? ആ അജ്ഞാനം മാറത്തോളം കാലം ഭഗവാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുമോ ആ പ്രാർത്ഥന? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്, നമുക്കുള്ള ഹൃദയം വെടുപ്പായിരിക്കണം. നമ്മുടെ വീട്ടിൽ എത്രയോ വലിയ വലിയ ആൾക്കാരിരുന്നോട്ടെ, ഭർത്താവോ മക്കളോ ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ ഇരുന്നോട്ടെ, നമുക്ക് ഭഗവാനാ വലുത് എന്നുള്ള ചിന്ത കുറച്ച് നേരത്തെ നമുക്ക് വട്ടായിക്കോട്ടെ, അവർ ചിന്തിച്ചോട്ടെ. അതുകൊണ്ട് ധ്യാനിച്ച് കൂപ്പിത്തൊഴുത് ആനന്ദപരവശം. നമുക്കുടെ ഹൃദയത്തിൽ ആനന്ദം വേണം. അതിന് നമ്മുടെ ഹൃദയം വെടുപ്പായെങ്കിൽ ഒറ്റ ഒരു ചിന്ത നമ്മൾ ചിന്തിച്ചോളൂ. എപ്പോഴും നമുക്ക് ആനന്ദം ഉണ്ടാകണം നിങ്ങൾ ചിന്തിക്കൂ. അപ്പോൾ അത് എന്ത് വേണം? ആദ്യമേ ഹൃദയം ശുദ്ധമായിരിക്കണം. സന്തോഷം, ആനന്ദം അതിൽ കൂടെയാണ് വരുന്നത്. ഹൃദയത്തിൽ വെടുപ്പില്ലാതെ ഒരിക്കലും അറപ്പ് മാറാതെ ആനന്ദം ഉണ്ടാകത്തില്ല. ആനന്ദത്തിൻ്റെ തുറവിയാണത്. അത് മനസ്സ് ശുദ്ധി തന്നെ വേണം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഭഗവാൻ ഈ പരമേശ്വരനും ദേവന്മാരും ബ്രഹ്മാവും ഒക്കെ അതിഭക്തിയ, അതായത് വേഗേന ചെന്ന് വൈകുണ്ഠാലയം പ്രാപിച്ചുകൊണ്ട് ആഗമകാതലായ പരമാത്മാവായ നാരായണനെ നിർമ്മലമായിരിക്കുന്ന ഭഗവാനെ ധ്യാനിക്കണമെങ്കിൽ അതിഭക്തി വേണം, അത്രമാത്രം ഹൃദയശുദ്ധി വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്മാർക്ക് പോലും ഭഗവാനോട് അടുക്കാൻ പറ്റൂ, നാരായണനോട് അടുക്കാൻ പറ്റൂ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ് മക്കളെ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും ചേർത്ത് പറയുമല്ല, ഇന്ന് ലോകത്ത് ഒരുപാട് പേരുണ്ട്, അവരാരും ഭഗവാനെ യഥാർത്ഥമായി അറിയുന്നില്ല. പരമാത്മാവായ നാരായണനെ അറിയണമെങ്കിൽ നമ്മൾ ഭഗവാൻ നിർമ്മലനാണ്. ആ നിർമ്മലത്വം നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഉള്ളം കൊണ്ട് എനിക്ക് ആ നിർമ്മലത്വം ഉണ്ടോ എന്തെങ്കിൽ മാത്രം ഭഗവാനെ ഭജിച്ചാൽ മതി, ഇല്ലെങ്കിൽ വെറും വേല ചെയ്യേണ്ട കാര്യമില്ല.
ആഗമക്കാതലായ നാഥ പാതാരവിന്ദം ധ്യാനിച്ചു കൂപ്പി തൊഴുത് ആനന്ദ പരവശമാനസ ശുദ്ധിയാ പുകഴ്ത്തിടിനാരതിഭക്തിയാ. അങ്ങനെ സന്തോഷമായിട്ട് ആനന്ദമായിട്ട് ഭഗവാനെ പുകഴ്ത്തുന്നു, പ്രാർത്ഥിക്കുന്നു. ദേവന്മാരും ബ്രഹ്മാവും പരമശിവനും ബാക്കി ഭൂതഗണങ്ങളും എല്ലാവരും ഉണ്ട്. അങ്ങനെ എന്താ ഒരു ഭക്തിയായിട്ട് പ്രാർത്ഥിക്കുന്നത്? നിത്യനിർമ്മല നിഗമാന്ത സാരാർത്ഥ പ്രഭു. അപ്പോൾ നിത്യനിർമ്മലനാണ് ഭഗവാൻ, നിത്യവും നിർമ്മലമാണ്. ആ നിർമ്മലത്വം ഈ ഭഗവാന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ അത്രമാത്രം അത് പറഞ്ഞും കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. നമുക്കും അതങ്ങനെ വേണം. നിത്യനിർമ്മല നിഗമാന്ത സാരാർത്ഥ പ്രഭു സത്യസൽപദ സദാം സത്തമാ സച്ചിന്മയ സത്താമാത്രക സമസ്താത്മക ചരാ ആചര സത്വചിൽഖന സർവ ആചാര്യാദേ നമോ നമ. സർവത്തിനും എല്ലാ ദേവന്മാർക്കും ഈ പറഞ്ഞ എല്ലാവർക്കുള്ളയും ഗുരു ആചാര്യനും കൂടെയാണ് പരമാത്മാവ് നാരായണൻ. അപ്പോൾ നമുക്ക് സർവചര ആചരങ്ങൾക്കും എല്ലാവർക്കും സർവ ഗുരുവാണ്, ആചാര്യനാണ്. ദേ നമോ നമ. അങ്ങനെയുള്ള ഭഗവാനെ നമിക്കുന്നു. വിശ്വകാരണ വിശ്വരൂപ വിശ്വാത്മാ ആശ്രയ, എല്ലാവർക്കും ആശ്രയമാണ്. വിശ്വയോഗേശ വിശ്വബീജ വിശ്വൈകാത്മക വിശ്വമംഗല വിശ്വഭിന്നൈക വിശ്വംഭര വിശ്വസംഹാര പ്രണവാത്മനി നമോ നമ. വിശ്വത്തിൽ എല്ലാവരെയും സംഹരിക്കുന്നവനാണ് പരമാത്മാവ്. നിഷ്ക്രിയ നിഷ്കിഞ്ചന നിസ്പൃഹ നിരാകൃതി നിഷ്കളാനന്ദാത്മാ നിഷ്കാരണ നിഷ്പാദക നിഷ്കള നിരാശ്രയ നിർവൃത നിരാമയ നിഷ്കാര്യ നിഗമവേദ്യാത്മക നമോ നമ. പത്മലോചന പത്മനാഭ ലോകാനന്ദ ഹൃൽ പത്മസംസ്ഥിത പത്മബാണാരി നിഷേവിത പത്മപാദാബ്ജ ആനന പത്മസുന്ദരസ്മിത പത്മജ ഹൃദയധൈര്യാപഹ നമോ നമ. മാധവ മധുരിപോ മായാവല്ലഭ ഹരേ സാധുപാലന സാധുപാലന സാധുക്കളെ പാലിക്കുന്നവൻ ഭഗവാൻ. സാധുക്കൾ ആരാണെന്ന് നോക്കിക്കണ്ട് തിരിഞ്ഞു പിടിക്കുന്ന സാധുക്കളുടെ ഭഗവാൻ. എന്താ ഈ സാധുക്കൾ? പട്ടിണി പാവങ്ങളല്ല ഇവിടെ സാധു എന്ന് ഉദ്ദേശിക്കുന്നത്. എത്ര ധനം വാരിക്കൂട്ടി വെച്ചവനും സാധുവാണ്. ആണെങ്കിൽ ഒരു സാധു ആവണമെങ്കിൽ ധനമുണ്ടെന്നോ മുതലുണ്ടെന്നോ ചിന്തയില്ലാത്തവൻ. എത്രമാത്രം കോടീശ്വരനാണെങ്കിലും ശുദ്ധഹൃദയവും വിനയവും താഴ്മയും ഭഗവാൻ അതിഭക്തിയും നിഷ്കളങ്കവും അത്രമാത്രം ഹൃദയശുദ്ധിയും ഭഗവാനെ പോലെ നിർമ്മലനാകുന്ന ഒരുത്തനാണ് അല്ലെങ്കിൽ ഒരുത്തിയാണ് സാധു. ആ സാധുക്കളെയാണ് ഭഗവാൻ പാലിക്കുന്നത്. എത്ര ധനമുണ്ടെങ്കിലും ആ ധനമൊന്നും ചപ്പും ചവറും എന്ന് എണ്ണുന്ന ഭക്തന്മാർ. ധനമൊക്കെ ഒരു സ്ഥലത്തുണ്ട്, പക്ഷേ ഈ സാധുവിൻ്റെ ഉള്ളിൽ അതൊന്നും ഇല്ല. എന്തുണ്ടെന്നോ എന്തില്ലെന്നോ ഒന്നും തന്നെ ഇല്ല. അവിടെ എപ്പോഴും പരമാത്മാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം മൊത്തവും. അങ്ങനെ ഉള്ള സാധുപാലനം ഭഗവാൻ സാധുക്കളെ പാലിക്കുന്നു. എങ്ങനെയുള്ള സാധുക്കളാണെന്ന് മനസ്സിലായോ? നിത്യവൃത്തി കഴിക്കാത്ത പട്ടിണിക്കാരല്ല. അങ്ങനെയാണെങ്കിൽ ലോകം മൊത്തവും പട്ടിണിക്കാരാ. അവരെ ഭഗവാൻ പാലിക്കുന്നുണ്ടോ? ഉണ്ടോ? പട്ടിണിയാൽ അത് പുണ്യമെങ്കിൽ പട്ടിണി നിത്യം ദരിദ്രനുണ്ട്. വിഷ്ടപത്തെങ്കിൽ അവനോളം പുണ്യങ്ങൾ കിട്ടാ ഒരുവനും ജ്ഞാനപ്പെണ്ണി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള പട്ടിണിക്കാർക്ക് മൊത്തവും ഈ ഭഗവാന്റെ അനുഗ്രഹം വേണമല്ലോ, കൊടുക്കണമല്ലോ. അപ്പോൾ അതല്ല, അങ്ങനെയുള്ള സാധുക്കളല്ല. എത്രമാത്രം ധനം വാരി കൂട്ടി അവിടെ മൂലയിലും മുടുക്കിലും മേശയിലും ബാങ്കിലും ഒക്കെ കിടക്കും, പക്ഷെ അവരുടെ ഉള്ളം ഭഗവാൻ തന്നെ ആയിരിക്കും. വിനയം, താഴ്മ, അതായത് എളിമ, എല്ലാവരിലും താഴെ, എല്ലാവരും നമ്മൾ മറ്റുള്ളവരുടെ കീഴിലാണ്, എല്ലാവരുടെയും ദാസനാണ് ഞാനെന്നുള്ള ഭാവം. നമ്മൾ എല്ലാവരിലും ചെറുതാണ്. അങ്ങനെയുള്ളവർക്കാണ് പരമാത്മാവിനടുക്കൽ ഇരിക്കാൻ യോഗ്യത. ഭഗവാൻ അവിടെയാണ് സാധുപാലനം ചെയ്യുന്നത്. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ പരമാത്മാവ് സാരൂപ്യം പ്രാപിക്കാൻ പറ്റും. നമുക്ക് ഭഗവാൻ അടുക്കൽ സാരൂപ്യം വേണമെങ്കിൽ ഭഗവാനെ പോലെ ഭഗവാൻ ഭക്തന്മാരുടെ ദാസനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് ഭക്തനോടും ഭഗവാൻ അത്രത്തോളം വാത്സല്യമാണ്. അവർക്ക് എന്തും ചെയ്തു കൊടുക്കുന്ന ഭഗവാൻ കൂടെ നടന്ന്, എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ നടന്ന് എനിക്ക് എല്ലാം. ഇപ്പം തന്നെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ട് ഞാനിത് തുടങ്ങിയിട്ട്
എന്നെ ഒരു ദിവസം വല്ല കറണ്ടോ അല്ലോ ഇല്ലെങ്കിൽ മാത്രമുള്ളതേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ കിടന്നും ഇന്നൊന്ന് എണീക്കും നാളെ അങ്ങനെയൊക്കെ ഉള്ളത് ഞാനാ. അപ്പോൾ അത് ഭഗവാൻ എന്നോട് എത്രമാത്രം കൃപയുള്ളത് കൊണ്ടാണ് എൻ്റെ ആഗ്രഹം സാധിച്ചു തരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്താ കാരണം? എൻ്റെ ഭഗവാനാണ് എനിക്ക് വലുത്. എല്ലാം ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അത്രമാത്രം ഭഗവാനോട് വിനയമുള്ളതുകൊണ്ട് ഭഗവാൻ ഈ ഭക്തയ്ക്ക് ദാസ്യം എടുക്കുന്നു എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് എൻ്റെ ഭഗവാനോട് എനിക്ക് എത്രമാത്രം ആനന്ദമാണ്. അത് എല്ലാ ഭക്തമക്കളും ഇത് ചിന്തിക്കണം. നമ്മൾ അങ്ങനെ ആയിത്തീർന്നോ? നമ്മളിൽ എളിമയുണ്ടോ? മറ്റുള്ളവർക്ക് എന്തും ചെയ്ത് കൊടുക്കാനുള്ള മനസ്സുണ്ടോ? അയൽവക്കത്തൊരു വല്യമ്മയോ വയ്യാത്തൊരു അപ്പൂപ്പനോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പം അയ്യോ ഞാനത് എടുത്ത് തരാം, ഇത് നിങ്ങൾ കുനിയണ്ട, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ മനസ്സുണ്ടോ? അവരാണ് ദാസൻ. അല്ലാതെ അവിടെ ചിലർക്ക് അജ്ഞാനം മാറത്തില്ല. അയ്യോ ആ വീട്ടിൽ തന്നെ ഞാനങ്ങ് സഹായിച്ചു കൊടുത്താൽ അവർക്ക് നാട്ടുകാരെന്ത് വിചാരിക്കും, ഞാൻ അവിടെ ജോലിക്കാരിയാണ് ആയെന്ന് തോന്നിപ്പോവോ? ഇത് ചെയ്തുകൂടാ. അവർ അജ്ഞാനികളാണ്. ഒരിക്കലും അങ്ങുള്ള മനസ്സ് നല്ലതല്ല. അത് ഭഗവാനായിട്ട് ചേരത്തില്ല. ഭഗവാൻ നോക്കുമ്പോൾ വയ്യാത്തവർക്കോ അല്ലെങ്കിൽ മറ്റു സാധുക്കൾക്കോ ജീവജാലങ്ങൾക്കോ നാക്കെടുക്കാ പ്രാണികൾക്കോ നമ്മൾ എന്തെങ്കിലും കൃപയോടുകൂടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ആ കൃപയാണ് അവിടെ വേണ്ടുന്നത്. അതാ ഭഗവാൻ നോക്കുന്നത്. അത് നമ്മളിൽ ആർക്കൊക്കെ ഉണ്ട് നമ്മൾ ചിന്തിക്കണം. അതാണ് ഈശ്വരന് അതാണ് ഇഷ്ടം. ഭഗവാനും അങ്ങനെ ഭക്തന്മാരുടെ ദാസന. അതാണ് സാധുപാലന എന്നിവിടെ പറയുന്നത്. സാധുപാലന സകലാധാര സർവാത്മക. ഭഗവാൻ സാധുപാലൻ, വെറുതെ ഒരു പട്ടിണിക്കാരൻ പാവപ്പെട്ടവൻ്റെ പാലനമല്ല ഇവിടെ പറയുന്നത്. എത്ര പട്ടിണിയും വീടും കൂടും ഇല്ലാതെ ഈ ജനങ്ങൾ ലോകം മൊത്തം നിറഞ്ഞു കിടക്കുന്നു. പക്ഷെ അവർക്ക് ആർക്കും ഭഗവാൻ ഭക്തി പാലിച്ചു കൊടുക്കുന്നില്ല. നമുക്ക് തന്നെ അറിയാം. എത്രയോ നാളുകൾ കഷ്ടപ്പെട്ട് വഴുതികളെ നടക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്, കൊടുക്കുന്നുണ്ടോ? എന്താ കാരണം? അവിടെ അവർക്ക് അറിയില്ല. അവർ ഈശ്വരനോട് യഥാർത്ഥമായി പറയുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, അവിടെ ഹൃദയം വെടുപ്പാക്കുന്നില്ല. അവരെങ്ങനെ സാധുവാകും? എത്രമാത്രം വാരിക്കൂട്ടിയ ധനവാനായാലും സാധുവാണെങ്കിൽ ഇത്രയെല്ലാം കടമകൾ അവരിൽ വേണം, ഇത്രയെല്ലാം ദയാലുത്വം അവരുടെ വേണം, എളിമ വേണം, എല്ലാവരും ചെറിയവനാകണം. സ്വർഗരാജ്യത്തിൽ വലിയവനാകാൻ ചിന്തിക്കുന്നെങ്കിൽ എല്ലാവരിലും എളിമ, അവരുടെ പാദം കഴുകാനുള്ള ഒരു എളിമ നമ്മൾക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനോടെ തൃപ്തി ഉണ്ടാവൂ. ആ സാധുവിനോട് നമുക്കങ്ങനെ ഉണ്ടോ എന്ന് നമ്മളെല്ലാവരും വിലയിരുത്തണം. മാധവ മധുരിപോ മായാവല്ലഭാഹരേ സാധുപാലന സകലാധാര സർവാത്മക. നീ ഒഴിഞ്ഞൊരു ഗതിയില്ല ഒരു നാളും ജഗൽകാര്യകാരണ പരമാത്മനെ നമോ നമ. കാമദ കാമാകൃതേ കാമകാരണ സകലാമോദകര നീലനീരത കളേബര പീതവാസസാം പത്മനാഭ കൗസ്തുഭഗ്രീവ പ്രീതിത ചതുർഭുജാലങ്കൃത നമോ നമ. സാരസവിലോചന കുണ്ഡല മകര സച്ചാരു ബിംബിത ഗണ്ഡമണ്ഡല മൃദസ്മിത കേശവ കിരീട സൂര്യായുധ അമലപ്രഭ. ഭഗവാന്റെ കിരീടത്തിന് കോടാനുകോടി 10,000 സൂര്യൻ ഉദിച്ച പ്രഭയാണ്. കേശവ കിരീട സൂര്യ ആയുധാമലപ്രഭ ശ്രീശ നിർമ്മല പാദാനന്ദായ നമോ നമ. നിന്തിരുവടി ഒഴിഞ്ഞാരിക ജഗത്രയേ സന്താപമൊഴിച്ചു രക്ഷിപ്പതു ജഗൽപദേ. സന്തതം സദാം ചിത്താന്തസ്ഥിത ചിന്താമണി സന്തോഷ സദാനന്ദ സന്താനമേ നമോസ്തുതേ. ഇത്തരം വിധി ഹരേന്ദ്രാദികൾ നമസ്കരിച്ചത്രയും ഭക്തിയാ കൂപ്പി സ്തുതിക്കും വിധോ. വിധി ഹരേ ഇന്ദ്രാദികൾ, വിധി ബ്രഹ്മാവ്, ഹര പരമശിവൻ, ഇന്ദ്രാദികൾ അതായത് ദേവന്മാർ, അതായത് ബ്രഹ്മാവും പരമശിവനും ഇന്ദ്രന്മാരും നമസ്കരിച്ചു ഭക്തിയാ എത്രയും ഭക്തിയാ കൂപ്പി സ്തുതിക്കും വിധൗ. അപ്പോൾ ഇവിടെ ഹരൻ എന്ന് പറഞ്ഞാൽ പരമശിവനാണ്, ഹരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിനെ ഇവിടെ ബ്രഹ്മാവും ഹരനായിരിക്കുന്ന പരമശിവനും പിന്നെയോ ഇന്ദ്രന്മാരും എത്രയും ഇത്രയും ഇവിടെ ഭഗവാനെ സ്തുതിച്ചു കൂപ്പി സ്തുതിക്കും വിധു. നാഥൻ അതായത് മഹാവിഷ്ണു നാഥൻ എന്ത് പറയുന്നു? നാഥൻ ഭക്തവത്സലൻ യോഗനിദ്രയുണർന്നും. അപ്പോൾ ഭഗവാനോടെ യോഗനിദ്രയിൽ ഇങ്ങനെ ഇരിക്കുക. ഭഗവാൻ യോഗം അതായത് സമാധിസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
ഭക്തവത്സലൻ യോഗനിദ്രയുണർന്നുടൻ ഉൾക്കനിവിയെന്ന് സന്തുഷ്ടനായി കടാക്ഷിച്ചാൻ. അങ്ങനെ ഭഗവാൻ ഇവരെല്ലാം എത്രയും പേര് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ ഉണർന്നു, യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞു. അങ്ങനെ ഭക്തവത്സലൻ ഭഗവാൻ യോഗനിദ്ര ഉണർന്ന് ഭഗവാൻ ധ്യാനത്തിലായിരുന്നു. എന്താ ഇത്രയും എല്ലാവരും കൂടെ ബാക്കി സർവ്വ ഭഗവാൻ പരമാത്മാവായ നാരായണൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ ഉള്ള ഒരു കൂട്ടപ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ഭഗവാനോടൊന്ന് നിദ്ര ഉണർന്നു. എങ്ങനെ സമാധിയിലിരിക്കുമായിരുന്നു ഭഗവാൻ. ഉണർന്നിട്ട് ഉൾക്കനിവിയെന്നു, ഭഗവാന്റെ ഉള്ളം കനിഞ്ഞു. ഉൾക്കനിവിയെന്നു, ഭഗവാന്റെ ഉള്ളം അത്രമാത്രം കനിഞ്ഞു. സന്തുഷ്ടനായി കടാക്ഷിച്ചു. എങ്ങനെയാ കടാക്ഷിച്ചത്? മുക്തഹാസേന മുകുന്ദേക്ഷണം മലർനിര ശ്രദ്ധരന്മാരും പ്രസാദിച്ചു നിന്നതു നേരം. സ്രഷ്ടാവ് പിനാകിയുമായി അടുത്ത അവസ്ഥകൾ ഇഷ്ടതൻ തന്നോട് ഉണർത്തിച്ചിതു സകലവും. അതായത് എങ്ങനെയാ ഉണർന്നത്? സന്തുഷ്ടനായി എങ്ങനെയാ കടാക്ഷിച്ചത്? ഉള്ളം മുക്തഹാസേന മുകുന്ദേക്ഷണ മലർനിര ശ്രദ്ധരന്മാരും, അതായത് മഹാവിഷ്ണു ഭഗവാൻ നാരായണൻ്റെ കടാക്ഷമാകുന്ന പൂക്കൾ കൊണ്ടുള്ള മാല ധരിച്ച്. അപ്പോൾ ഭഗവാന്റെ കടാക്ഷം, ആ നോട്ടം, അതിൽ പൂക്കൾ കൊണ്ടുള്ള മാല ധരിച്ച് ശ്രദ്ധരന്മാരും അങ്ങനെയാണ് പ്രസാദിച്ചു നിന്ന് അതുനേരം. സ്രഷ്ടാവ് പിനാകിയും ആയ അടുത്ത്. അങ്ങനെ ഭഗവാൻ ഇത്രയെല്ലാം കടാക്ഷത്തോടെ എങ്ങനെ നല്ല പൂക്കൾ കൂടെ ഭഗവാന്റെ കണ്ണിൽ നിന്ന് വിടരുന്നത് എന്താ ധ്യാനിച്ചിരിക്കുകയല്ലായിരുന്നോ? ഈ പ്രാർത്ഥനയെല്ലാം കേട്ടപ്പോൾ ഭഗവാൻ ഇങ്ങനെ കടാക്ഷമാകുന്ന പൂക്കൾ കൊണ്ടുള്ള മാല ധരിച്ചതുപോലെ അങ്ങനെ പ്രസാദിച്ചിട്ട് നിന്നപ്പോൾ ഈ സ്രഷ്ടാവ്, അതായത് ബ്രഹ്മാവും പിനാകി ഇന്ദ്രനുമായി അടുത്ത അവസ്ഥകൾ ഇഷ്ടതൻ തന്നോട് ഇഷ്ടമായിരിക്കുന്ന ഭഗവാനോട് ഉണർത്തിച്ചു. എന്താ ദുർവാസാവ് പറഞ്ഞ ശാപങ്ങളും അതിന് പോകേണ്ട പരിഹാരങ്ങളും ഇതെല്ലാം അവിടെ ഭഗവാനോട് ഉണർത്തിച്ചു, പറഞ്ഞു, സകലവും പറഞ്ഞു. വർത്തമാനങ്ങളെല്ലാം ഉൾത്താരിൽ ജഗത്തായ ചെദ്രൂപൻ അറിഞ്ഞിരിക്കുന്നിതെന്നിരിക്കലും മുൽപ്പാടൊന്നറിഞ്ഞതിൽ ഉൾപ്പൂവിലെന്നുള്ളേടം കൽപ്പിച്ചു കഷ്ടം കഷ്ടം എന്നരുൾ ചെയ്തിടിനാൻ. ഭഗവാൻ ഒരു ഇല അനങ്ങിയാൽ അറിയുന്ന ഈശ്വരനെ ഇത് വല്ലതും അറിയാഞ്ഞിട്ടാണോ? ഇത് സർവ്വതും ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എല്ലാം. കാര്യവും കാരണം, അത് കർമ്മവും കർത്താവും എന്താ പറയുന്നതിന് നമ്മൾ ചെയ്യുന്നതും ചെയ്യിക്കുന്നതും അതെല്ലാം പരമാത്മാവാണെങ്കിൽ ഇത് ഈ ദുർവാസാവ് ശാപിച്ചതും അതിന് പരിഹാരം കൊടുത്തതൊക്കെ ഭഗവാൻ അറിയത്തില്ലേ? എല്ലാം അറിയാം. എങ്കിലും അറിയാത്തതുപോലെ, അതായത് വർത്തമാനങ്ങളെല്ലാം ഉൾത്താരിൽ ജഗത്തായ ചിദ്രൂപൻ ഭഗവാൻ അറിഞ്ഞിരിക്കുന്നതെന്നിരിക്കലും. ഇത് നമ്മളാരും പറയാതെ തന്നെ പരമാത്മാവിനറിയാം. എന്നെങ്കിലും ഇവർ പറഞ്ഞപ്പോൾ മുൽപ്പാടൊന്നും അറിഞ്ഞതില്ല. ഉൾപ്പൂവിൽ എൻ്റെ ഉള്ളിലൊന്നും അറിയാത്തതുപോലെ, ഭഗവാൻ അറിയാത്തതുപോലെ ഇവരുടെ അപേക്ഷകളെല്ലാം അങ്ങനെ കേട്ടു. ഉൾപ്പൂവിൽ എന്നുള്ളയിടം, എൻ്റെ ഉള്ളിൽ ഇതെല്ലാം അറിയാത്തതുപോലെ. മുൽപ്പാടൊന്നും അറിഞ്ഞതില്ല, മുമ്പേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഉൾപ്പൂവിൽ എൻ്റെ ഉള്ളിൽ എന്ന് ഉള്ള രീതിയിൽ അവർ പറയുന്നതിനെല്ലാം കൽപ്പിച്ച് കഷ്ടം കഷ്ടം എങ്കിലും ഇങ്ങനെ ആയിപ്പോയി. നമ്മളെല്ലാം അങ്ങനെയല്ലേ? ഒരു കാര്യം, ഒരാളുടെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കും, പക്ഷേ വേറെ ആളൊന്ന് പറയുമ്പോൾ അറിയാത്ത മട്ടിൽ നമ്മളും ഇരിക്കുമല്ലോ, കേൾക്കാനിരുന്നിട്ട് ഒത്തു പറയോ എങ്കിലും അങ്ങനെ ആയിപ്പോയോ കഷ്ടം എന്ന്. അതുപോലെ ഭഗവാൻ നാരായണനും അവരെല്ലാം ദുർവാസാവ് പറഞ്ഞതെല്ലാം കേട്ടിട്ട് കഷ്ടം കഷ്ടം എന്ന് അരുൾ ചെയ്തിടിനാൻ. നമുക്കിനി അടുത്ത ദിവസം വായിക്കാം ബാക്കി. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.